This is how India responded to Pakistan after Pahalgam terror attack. അഡാരിവാഗ ബോർഡർ ക്ലോസ് ചെയ്ത് ടു ആൻഡ് ഫ്രോ ഉള്ള വിസ പ്രോസസ്സുകൾ സ്റ്റോപ്പ് ചെയ്തെങ്കിലും ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്തതാണ് ഇതിലെ കീ ഡിസിഷൻ. ടിബറ്റിൽ ഒറിജിനേറ്റ് ചെയ്ത് ഇന്ത്യയിലൂടെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന 6ലധികം നദികളെയാണ് കളക്റ്റീവായി ഇൻഡസ് റിവർ എന്ന് വിളിക്കുന്നത്. പാകിസ്ഥാനിലെ 80% അഗ്രികൾച്ചറിനും ഡ്രിങ്കിംഗ് വാട്ടറിനും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻഡസ് റിവറിനെയാണ്. ക്രോസ് ബോർഡർ ടെററിസം അക്യൂസ് ചെയ്ത് ഇന്ത്യ ഇത് ബ്ലോക്ക് ചെയ്യുന്നതോടെ പാകിസ്ഥാന്റെ ഫ്യൂച്ചർ തന്നെ ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് ആവും. ബട്ട് ദാറ്റ്സ് നോട്ട് വാട്ട് ഐ ആം വറീഡ് അബൌട്ട്. ലാക്സ് ഓഫ് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ എത്തുന്ന കാശ്മീർ പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും റെസ്പോൺസിബിൾ അല്ലേ? അതുപോലെ തന്നെ ഈ അറ്റാക്ക് നടത്തിയ ടെററിസ്റ്റുകളുടെ ഒബ്ജക്റ്റീവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബൈലാറ്ററൽ അഗ്രിമെന്റ്സ് ഇല്ലാതായി പൊളിറ്റിക്കൽ അണ്ടർസ്റ്റ് ഉണ്ടാവുകയായിരിക്കില്ലേ? ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം യൂണിറ്റി ബ്രേക്ക് ചെയ്യാനല്ലേ പേര് ചോദിച്ച് റിലിജൻ മനസ്സിലാക്കിയതിനു ശേഷമുണ്ടായ ഈ അറ്റാക്ക്? ടെററിസ്റ്റുകളോട് ഫൈറ്റ് ചെയ്ത് ജീവൻ വെടിഞ്ഞ സെയ്ദ് ഹുസൈൻ ഷാ ഈ ലിസ്റ്റിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ റൈറ്റ് വിംഗ് മീഡിയ എന്തൊക്കെയായിരിക്കും സ്പ്രെഡ് ചെയ്യുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ടെററിസം അത് ഏത് റിലീജിയന്റെ പേരിലാണെങ്കിലും നമ്മൾ എതിർക്കേണ്ടത് തന്നെയാണ്. അല്ലാതെ ഇങ്ങനൊരു ക്രൈസിസ് ടൈമിൽ പരസ്പരം പോർ വിളിക്കുകയും കമന്റ് ബോക്സുകൾ വാർസോണാക്കി മാറ്റുകയും അല്ല വേണ്ടത്. ഫോളോ ഫോർ മോർ.